ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പല ആളുകളും വിചാരിക്കും, ഓ പേളിമാണിയും അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണോ ഇവൾ ഈ പറയുന്നതെന്ന്. പക്ഷേ ഗൈസ്, പൂർണ്ണമായിട്ടും തെറ്റാന്നല്ല. അതിലെ ഒരു പോയിന്റ് ഇവിടെയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇവിടെയും കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് പോയിന്റ് നിങ്ങളെ പല ആളുകൾക്കും കിട്ടിയിട്ടില്ല എന്നത് കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് കേട്ടോ. അതായത് ജീവിതത്തിൽ ഒന്ന് ആട്ടിപ്പതറിയ സമയത്താണ് സത്യത്തിൽ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ കുറിച്ചിട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. ആൻഡ് ഞാൻ എന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പല രീതിക്കുള്ള ആളുകളിൽ നിന്നും പല രീതിക്കുള്ള വീഡിയോസൊക്കെ കണ്ടു. ബേസിക് ആയിട്ട് ഓരോരുത്തരും പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, ഒക്കെ എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുക, എന്താണ് നമുക്ക് വേണ്ടത്, ഫൈനലായിട്ട് നമുക്ക് എന്താ വേണ്ടത് അത് നമ്മൾ ആഗ്രഹിക്കുക, ഇമാജിൻ ചെയ്യുക, അത് കിട്ടിയതുപോലെയൊക്കെ ഫീൽ ചെയ്യുക, അത് നമ്മളിലോട്ട് യൂണിവേഴ്സ് കൊണ്ടുതരും. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടും ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. പേളിമാണിൻ്റെ ഒക്കെ ഒരു ഫേമസ് വീഡിയോയിൽ ഇങ്ങനെ കേൾക്കുക, അത്യാവശ്യം നല്ല വ്യൂസ് പോയൊരു വീഡിയോയിലുണ്ട്. ആഗ്രഹിക്കുക, അത് യൂണിവേഴ്സ് കൊണ്ടുതരും. സിമ്പിൾ പരിപാടിയല്ലേ, മടിയന്മാർക്ക് ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അത് കേട്ട പാട് ഞാനും വിചാരിച്ചു, ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുക, അത് കിട്ടുക. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം മിസ്സിങ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നു, ഇത് കിട്ടുന്നു. ഇത് എങ്ങനെ നമ്മളെ ഈ ഒരു കണക്ഷനിൽ ചെറിയൊരു പ്രശ്നം, ഇതെങ്ങനെയെന്നുള്ള ഇങ്ങനെ വർക്ക് കിട്ടണില്ല. അപ്പോഴാണ് ഞാൻ യാദൃശികമായിട്ട് ഒരു സൂഫി തോട്ടം എവിടുന്നൊക്കെയോ ആയിട്ട് ഒരു വീഡിയോ കണ്ടത്. ആ വീഡിയോ കണ്ടു. അതിൻ്റെ ശേഷം 1-2 കാര്യങ്ങൾ ഇങ്ങനെ കണ്ട സമയത്ത് ഇതിൽ നിന്നെല്ലാം കൂടി എനിക്ക് കിട്ടിയൊരു സംഭവം നിങ്ങൾക്ക്, അതായത് നമുക്ക് മിസ്സായിപ്പോയ ഈ സാധനത്തിനെ യോജിപ്പിക്കാനുള്ള ഉത്തരമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ചില കാര്യങ്ങളെക്കുറിച്ചിട്ട്, ചില രഹസ്യങ്ങളെക്കുറിച്ചിട്ട് പല ആളുകളും നമുക്ക് പറഞ്ഞുതരും. പക്ഷെ അതിൻ്റെ ആ കോർപ്പോ അത് മിസ്സിങ് ആയിരിക്കും. അത് എന്തോ കാര്യം കൊണ്ട് ഹൈഡ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചാൽ ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കർഷകനാണെന്ന് വിചാരിക്കാം. നമുക്കൊരു ഒരു ഒരു 2-3 ഏക്കർ കൃഷിയിടമുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഇക്കൊല്ലം കൃഷി ഇറക്കുമ്പോൾ നമുക്ക് 1 ഏക്കർ നെൽപ്പാടം അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ബാക്കി 1 ഏക്കറിൽ അര ഏക്കർ അങ്ങനെ ആയിട്ട് വാഴയും കപ്പയും നടാം. ആൻഡ് ബാക്കിയുള്ള 1 ഏക്കറിൽ നമുക്ക് ചീര, മറ്റു കാര്യങ്ങളും മറ്റു പച്ചക്കറി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഇങ്ങനെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്തു. അതെന്താണ്, നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്തു അല്ലേ, നമ്മൾ അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തു. ആ പ്ലാനിങ് അതിന് നമുക്ക് ഈ സാധാരണക്കാർക്ക് എങ്ങനെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാം. നമുക്കൊരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യാം. ഇന്ന രീതിക്കുള്ളൊരു വീട് എനിക്ക് വേണം, ഈ ഒരു വർഷം ഈ ഒരു വീട്, ആൻഡ് ഇന്ന കാറ്, ഇന്ന കളറ്, ഇന്ന മോഡൽ വേണമെങ്കിൽ അതിൽ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യാം. അതിനിപ്പോൾ ഒരുപാട് ആപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് എന്താവും, ഇതൊന്നുകൂടെ ഒരു മോട്ടിവേഷൻ കിട്ടും അല്ലേ, കിട്ടും. കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ, നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു തോട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. അപ്പോൾ ഈ വിഷൻ ബോർഡ് നമ്മൾ യൂസ്ഫുൾ ആക്കും. നമുക്ക് ഈ വിഷൻ ബോർഡ് എവിടേക്കാണ് വെക്കാം, നമ്മൾ എപ്പോഴും സ്വസ്ഥമായിരിക്കുന്ന സ്ഥലത്തൊക്കെ വെക്കാം. പറ്റുമെങ്കിൽ ടോയ്ലറ്റിലൊക്കെ വെച്ചോന്നേ. പേഴ്സണലായിട്ട് ടോയ്ലറ്റൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിലൊക്കെ വെക്കാട്ടോ. അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കണ്ട് ഇവർ നമ്മൾ കളിയൊക്കെ കോമൺ ടോയ്ലറ്റിലല്ല, ബെഡ്റൂമിൽ നിങ്ങളെ ടോയ്ലറ്റ് നിങ്ങൾ മാത്രം യൂസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വെക്കാം. സ്വസ്ഥമായിട്ട് കാണാവുന്ന സ്ഥലത്ത് വെക്കാം, നിങ്ങൾ ഡയറിയിൽ വെക്കാം, നിങ്ങൾ അല്ലെങ്കിൽ ഫോണിൽ തന്നെ ആപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വാൾപേപ്പറിൽ വെക്കാം. ഇങ്ങനെ നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഉള്ളിൽ നിന്ന് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വിഷൻ ബോർഡ് നിങ്ങളൊരു ലക്ഷ്യം സെറ്റ് ചെയ്തു. ആൻഡ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല ഇവർ. അതായത് നമ്മൾക്കത് കിട്ടിയതുപോലെ നമ്മൾ വിചാരിക്കണം, എന്നിട്ട് നമ്മൾ താങ്ക് യു പറയണം. യൂണിവേഴ്സ് അത് നമ്മളിലോട്ട് കൊണ്ടെത്തിച്ചു തരും. അതിൽ നിന്ന് എനിക്ക് അതങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല, അത് എത്ര ചെയ്താലും അങ്ങോട്ട് സെറ്റ് ആവാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ ഈ ഒരു കർഷകൻ്റെ കാര്യം ആലോചിച്ചു. കർഷകൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മാതിരി അയാൾ പ്ലാൻ ചെയ്തു അല്ലേ. അയാൾ ഇനി മഴ വരുന്നതൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചിരിക്കുമോ? ഇല്ല, അയാളും അതിനുള്ള മണ്ണൊരുക്കും,
ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യൂലേ. അയാൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിട്ട് നല്ല ഇനം വിത്തുകൾ ഇറക്കും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്ത എന്താ, അയാളൊരു പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന സാധനം പ്രാർത്ഥനയാണ്, തവക്കുലാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ ഇതെനിക്ക് കിട്ടിയ പോലെ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളും അടുത്തത് ചില സാധനങ്ങൾ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്. അതായത് നമുക്ക് മണ്ണൊരുക്കാനും വിത്ത് പാകാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അത് മുളപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൈകളാണ്. അവിടെ മനുഷ്യന് കഴിയില്ല, അവിടെ മനുഷ്യൻ്റെ റോളില്ല. അപ്പം അതിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ മഴ വരുത്തുന്നത് മനുഷ്യനെ കൊണ്ട് കഴിയില്ല. മനുഷ്യൻ മാനിഫെസ്റ്റ് ചെയ്ത് ഒരു കൊട്ട വേനൽക്ക് ഇരുന്നിട്ട് ഇപ്പം മഴ വരുന്നു, ഞാൻ മഴയിൽ നനയുന്നു എന്ന് പറഞ്ഞാൽ മഴ വരില്ല. അതിനുള്ള പവർ അത് മനുഷ്യാതീതമാണ്, അത് ദൈവത്തിൻ്റെ കരങ്ങളാണ്. അപ്പം അവിടെയാണ് നമ്മൾ പ്രാർത്ഥന യൂസ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളിലുള്ള, അതായത് നമ്മളെല്ലാ കാര്യം നമ്മളാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ നടത്തുകയാണ്. ആ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ എല്ലാ കാര്യത്തിനും എൻ്റെ കൈ എന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ നടക്കില്ല. അവർ ഹൈ പ്രഷറിലാണ്, അവർക്ക് മനസ്സിൽ ഫുൾ ടെൻഷനാണ്. ഇതിലെന്തെങ്കിലും ചെറിയ അപാകത വന്നാൽ അവരുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലോട്ട് വരികയാണ്. ആ നേരം ഇത് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് മേലെ നിന്നൊരു പവറാണ്, ഒരു എനർജിയാണ്, എന്താ പറയുക, അള്ളാഹു അല്ലെങ്കിൽ ദൈവം, ആ ഒരു ശക്തിയാണ്. അത് എനിക്ക് സഹായം തരുന്നുണ്ട്. എൻ്റെ എല്ലാ സാഹചര്യവും എനിക്ക് അനുകൂലമായി തരും. ഞാൻ അതിനോട് ആവശ്യപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതെനിക്ക് തരും, അതെന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ എന്നെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ അയാൾ ശാന്തനാണ് അല്ലേ. എന്നാലോചിച്ച് നോക്കിക്കേ. അല്ലാതെ ഇതെല്ലായിടത്തും ഞാൻ എത്തണം. ചില ആളുകൾ ഈ കല്യാണ വീട്ടിലൊക്കെ കാണാം ഇങ്ങനത്തെ ആളുകളെ, എല്ലാതും ഞാൻ എത്തിയാലേ ഇത് ശരിയാവുള്ളൂ, ഞാനില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന് വിചാരിച്ച് എല്ലാ ഭാരം കൂടി അവൻ്റെ മണ്ടക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ എന്തെങ്കിലും നടക്കുമോ? നടക്കൂല. ഈ കർഷകൻ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ മഴ പെയ്യണം, മഴ പെയ്തിട്ട് ഇത് മുളക്കാത്തതിൻ്റെ കാരണം ഞാനാണ്. അങ്ങനെയൊന്നുമില്ല. ചില വിത്തുകൾ മുളയ്ക്കും, ചിലത് മുളക്കൂല. ഇതിലൊക്കെ നമ്മൾ ബലമേൽപ്പിക്കുന്ന മറ്റൊരു ശക്തിയിലാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നമ്മൾ മൈൻഡ് റിലാക്സ് ആയില്ലേ. അതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആ ഒരു സ്വപ്നം കണ്ട് അതിലും നന്നായിട്ട് ഷാറായിട്ട് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഭാരം കുറഞ്ഞടാ, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാരം കുറഞ്ഞു. നമ്മളെ വൻ പ്രഷറിലാണ്. നമ്മളിങ്ങനെ വിചാരിക്കുക എല്ലാതും നമ്മൾ തന്നെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ശാന്തമായിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം. മാക്സിമം സമയം നമ്മൾ ഹാപ്പി ആയിരിക്കണം അല്ലേ. നമ്മളെല്ലാവരും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്നത് അല്ലേ. അതിലോട്ടെത്തിയാൽ നമ്മൾ സക്സസ്ഫുള്ളായി അല്ലെങ്കിൽ കുറച്ചുകൂടെ സമാധാനമായി എന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശാന്തരാണോ? അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു പവറിലോട്ട് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ദൈവത്തിൽ അർപ്പിക്കുക. നിങ്ങൾക്ക് അത് എന്തോ നിങ്ങളെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തായി? നമ്മൾ ഫ്രീ ആയി. നമ്മൾ ചെയ്യാനുള്ള ചെയ്തു. ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് കേട്ടിട്ടുണ്ട്. ഏത് സ്വഹാബിയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. റസൂലിൻ്റെ അടുത്ത്, നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഏത് രീതിക്ക് ഞാൻ തവക്കുൽ ചെയ്യണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതായത് അയാൾ ഒട്ടകത്തിനെ മരുഭൂമിയിലൂടെ പോകുമ്പോൾ, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഈ കഥ അറിയുന്നവരൊന്ന് ക്ഷമിക്കട്ടോ. അതായത് ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ട് പടച്ചോനിൽ തവക്കുൽ ചെയ്യണോ അയച്ചിട്ടിട്ട് തവക്കുൽ ചെയ്യണമെന്ന്. അപ്പം റസൂൽ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നീ കെട്ടിയിടുക എന്നിട്ട് തവക്കുൽ ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ കാര്യകാരണങ്ങളോട് കൂടിയിട്ടാണ്. അതായത് എങ്ങനെ പറയാം, നമ്മളിപ്പോൾ രോഗം വരുമ്പോൾ ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് രോഗം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഡോക്ടറെ കാണിച്ചെന്ന് കരുതിയിട്ട് രോഗം മാറിക്കോണമെന്നുണ്ടോ? രോഗം മാറാത്ത എത്രയോ ഒരു കാര്യമുണ്ട്. നമ്മൾ ആ ഒരു പവറിൽ, ആ ഒരു എനർജിയിൽ വിശ്വസിച്ച് രോഗം മാറണം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ കൈവിടൂല എന്ന് പറഞ്ഞൊരു സമാധാനം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ജീവിതം കുറച്ചുകൂടെ ഫ്രീ ആണ്, ഹാപ്പിയാണ്, നമുക്ക് സമാധാനം കിട്ടും. മനുഷ്യന് അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടത്? സമാധാനം വേണം അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിലോട്ട് മാനിഫെസ്റ്റേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സമാധാനം ഉണ്ടായിരിക്കും, കിട്ടും എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരിക്കും. അത് കിട്ടിയിരിക്കും, നമ്മളിലോട്ട് അത് വരും. ചില സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത പോലെ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒന്നും നടക്കില്ല. ഇപ്പോൾ ഡീപ്പായിട്ടൊക്കെ അത് കിട്ടിയ പോലെയൊക്കെ വിശ്വസിച്ച ഒരാൾക്ക് അത് ഇനി ഒരിക്കലും കിട്ടൂല എന്ന് കാണുമ്പോൾ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോൾ അയാൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക? അത് കിട്ടില്ല. ആ ഒരു തവണ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്.
ആ ഒരു സംഭവം കിട്ടിയില്ല, അയാൾ മാനിഫെസ്റ്റ് ചെയ്തു ആൻഡ് അയാൾക്കത് കിട്ടിയില്ല. അപ്പം അയാൾ എങ്ങനെയാണ് സമാധാനം കണ്ടെത്തുക? നിങ്ങൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ മെത്തേഡിൽ എനിക്കറിയില്ല. കാരണം അയാളത് കിട്ടിയെന്ന് അത്രയും ഉറപ്പിച്ചു, അത്രയും എല്ലാവിധ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും പല രീതിക്കുള്ള വാട്ടർ ടെക്നിക്സും അങ്ങനെ പല രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കി ആൻഡ് കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. എങ്ങനെ സമാധാനിക്കും? ഇനി ഞാൻ പറഞ്ഞ മെത്തേഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ സമാധാനം കണ്ടെത്താം അല്ലേ? നമ്മൾ ആരടുത്താ ചോദിച്ചത്? എല്ലാം അറിയുന്ന, എല്ലാ കാര്യം നിയന്ത്രിക്കുന്ന ആളാണ് അല്ലേ? ആ ഒരു ആളടുത്താണ്, അല്ലെങ്കിൽ ആ ഒരു ദൈവിക ശക്തി, മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ദൈവിക ശക്തിയിലാണ്, അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ആ നിങ്ങൾ ഏത് മതമായിക്കോട്ടെ, ആ ഒരു നമ്മളിൽ നിന്ന്, നമ്മളെ മനുഷ്യൻ എന്നുള്ള നമ്മളിൽ നിന്ന് അപ്പുറത്ത് ഒരു വലിയൊരു പവറിൻ്റെ അടുത്താണ് നിങ്ങളെ ചോദിച്ചത്. അപ്പോൾ അതിനെല്ലാം അറിയാം അല്ലേ? എല്ലാം അറിയാം. നമ്മളെ ഭാവി അറിയാം, നമ്മളെ ഭൂതം അറിയാം, നമ്മളെ പ്രസൻറ്റ് അറിയാം, എല്ലാം അറിയാം. അപ്പോൾ ഈ പ്രസൻറ്റിൽ അത് നമുക്ക് തന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മളെ ഭാവി അറിയുന്നത് നമുക്ക് അതിലും ബെറ്റർ ആയ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെക്കുറിച്ച് നമുക്കറിയുന്നേക്കാൾ കൂടുതൽ നമുക്ക് നമ്മളെ പാസ്റ്റ് അറിയായിരിക്കും. ചിലപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം, അടുത്ത നിമിഷം നമുക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ആ ആൾക്കറിയാം അല്ലേ? നമ്മൾ ചോദിച്ച ആൾക്കറിയാം. അപ്പം അതിനനുകൂലമായിട്ട് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം തരാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മളിൽ നിന്ന് എടുത്തത്. എന്തൊരു ആശ്വാസം അല്ലേ? എന്തൊരു സമാധാനം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ വിചാരിച്ച മാനിഫെസ്റ്റേഷനിൽ ഈ ഒരു സമാധാനം കിട്ടുമോ? കിട്ടൂല. അപ്പോൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം, ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ വരുത്തണം. എന്നാലേ നമുക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാം നമ്മളാണ്, എല്ലാം നമ്മുടെ മനസ്സാണ്, എല്ലാം നമ്മളാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളിൽ അവിടെ ഭയങ്കര വലിയൊരു പ്രഷർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രഷർ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ആ പ്രഷറിൽ നിന്ന് കഴിച്ചിലായത് ഈ പറഞ്ഞ ഈ ഒരു തോട്ടിൽ നിന്നാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അതുപോലെ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുന്ന സിറ്റുവേഷൻ, ഇതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അധികവും ഒന്നല്ലെങ്കിൽ നല്ല ലക്ഷ്യമുള്ള ആളുകൾക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പരാജയപ്പെട്ടിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് എളുപ്പമായി തേടുന്നവരായിരിക്കും ഒട്ടുമിക്ക ആളുകളും ഇത്തരം വീഡിയോസൊക്കെ തിരഞ്ഞു പോകുന്നവർ. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കാം, ഈസി ആയിട്ട് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ സ്വപ്നത്തിലോട്ട് എത്താനുള്ള നിങ്ങളുടെ ഒരു ത്വരയല്ലേ നിങ്ങൾ ഈ വീഡിയോൻ്റെ പിന്നിൽ എന്നുള്ളത് ആയിരിക്കും ഒട്ടുമിക്ക ആളുകളുടെയും റിയാലിറ്റി. അത് തന്നെയാണ്. നമുക്കെല്ലാം ഈസി ആയിട്ട് കിട്ടണം. ഇപ്പോൾ ചില ആളുകൾ മാനിഫെസ്റ്റേഷനൊക്കെ വീഡിയോസ് കണ്ടാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് കണ്ടാൽ അവ ശരിക്കും അത്യാഗ്രഹം അങ്ങനെ ഉണ്ടാവുമല്ലോ. എത്രയും നമുക്ക് എന്തും യൂണിവേഴ്സിനോട് ചോദിക്കാം എന്നൊക്കെ പറയില്ലേ. അതിൻ്റെ താഴെ വരുന്ന ഈ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ യൂണിവേഴ്സിനോട് ചോദിക്കാം, എനിക്ക് 10 കോടി തന്ന് യൂണിവേഴ്സിനോട് നന്ദി നന്ദി നന്ദി. ഞാനിതിനെ കുറ്റം പറയല്ലോ കേട്ടോ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, അങ്ങനെ കമൻ്റ് ഇട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 10 കോടി കിട്ടിയോ? കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. കാരണം എനിക്ക് 10 കോടി കിട്ടിയ യൂണിവേഴ്സിനോട് നന്ദി എന്നൊക്കെ അങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സാധ്യതയുള്ള ചില ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ കിട്ടുന്ന ആളുകൾ നമ്മളുടെ വൈബ്രേഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും, എന്താ നിങ്ങളുടെ ഓറ ശക്തി ഉള്ളതാണോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലേ. അതായത് ഇപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു 3000 രൂപയൊക്കെ കിട്ടുന്ന രീതിക്കൊക്കെ ഇമാജിൻ ചെയ്യുക, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. അന്നത്തെ ദിവസം നമുക്ക് ആ ഒരു പൈസ നമ്മളെ മൈൻഡിൽ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടും, സ്വാഭാവികമാണ്. പക്ഷേ ഈ ചില ആളുകളൊക്കെ കമൻറ്റുകൾ കണ്ടാൽ ശരിക്കും അത്യാഗ്രഹത്തിന് വേണ്ടിയുള്ള എന്തോ ഒരു സംഭവമാണ്. എളുപ്പം ഒന്നും ചെയ്യരുത് എന്നിട്ടിങ്ങനെ കിട്ടാം, ഞാനിങ്ങനെ വീട്ടിലിരുന്ന് എനിക്കിങ്ങനെ എല്ലാം എൻ്റെ കയ്യിലോട്ട് വരണം എന്ന് വിചാരിക്കുന്നവരാണ്. എൻ്റെ പൊന്നു സഹോദരന്മാരെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. റസൂൽ പറഞ്ഞ മാതിരി നീ കെട്ടിയിടുക എന്നിട്ട് തവക്കുൽ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളതിൻ്റെ ക്ലിയർ പിക്ചർ, അവിടെയാണ് മാനിഫെസ്റ്റേഷൻ. മനസ്സിലായോ? അവിടെ നിങ്ങൾ ആ ഒരു സമയത്തെയോ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക.
എന്നിട്ട് നമ്മൾ തവക്കുൽ ചെയ്യുക. തവക്കുൽ മീൻസ് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ ഒരു ശക്തിയിലോട്ട്, നമ്മൾ അതിന് ബലമേൽപ്പിക്കുക, നമുക്ക് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്, ആൻഡ് നമ്മളെ സാഹചര്യങ്ങളൊക്കെ സെറ്റായി വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം? മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ പറഞ്ഞ ആ മാനിഫെസ്റ്റേഷൻ എങ്ങനെ കാണാം? ആ ഒരു വിഷൻ, ആ ഒരു സംഭവം മുൻകൂട്ടി കാണാം. നമ്മളെ റിസൾട്ട്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. അവിടെ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ, ഇമാജിനേഷൻ, അവിടെ അതിൻ്റെ ആനന്ദ ഇതൊക്കെ ആസ്വദിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് വേണം, വേണ്ടെന്നല്ല, വേണം. അപ്പോൾ ഈ ഒരു കണക്ഷൻ പോയിന്റ് ഇവിടെ മിസ്സായൊരു സാധനമുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മിസ്സാക്കിയൊരു സാധനമുണ്ട്. പലപ്പോഴും ചില ആളുകൾ മിസ് ചെയ്യുന്ന അതിന് മെയിൻ പോയിന്റ്, അതായത് വർക്ക് ചെയ്യുന്നത് മിസ്സിങ് ആൻഡ് ഈ പ്രാർത്ഥന മിസ്സിങ്, വെറും ഇമാജിനേഷനിൽ മാത്രം ഇരിക്കുകയാണ്. നമ്മളറിയാതൊക്കെ പ്രവർത്തിക്കും, ചെറിയ തോതിൽ എത്താനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു പടിക്കെട്ടിന് മേലോട്ട്, ഉദാഹരണം പറയാം, നമ്മളൊരു പടിക്കെട്ടിൻ്റെ മേലോട്ട് പോവാം. ആ മേലത്തെ സ്റ്റെപ്പ്, അതായത് നിങ്ങളെ ലക്ഷ്യം, നിങ്ങൾ ആ ഇമാജിൻ ചെയ്ത, നിങ്ങൾ ഇപ്പം ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ സ്വപ്നം കണ്ട വീട്, അതിൻ്റെ ഉള്ളിൽ ബെഡ്, കർട്ടൻ, ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ആ മേലെ, അതായത് നിങ്ങളെ ലക്ഷ്യം. അതിൻ്റെ മേലേക്ക് നിങ്ങളെ പ്രവർത്തികൾ വരുന്നുണ്ട്, സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. അതൊന്നും ഇല്ലാതെ ഒറ്റയടിക്ക് നിങ്ങോട്ട് ചാടണം. ചില ആളുകൾക്ക് ചാടാനൊക്കെ പറ്റും, സ്വാഭാവികമാണ്. സാഹചര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു ഒഴുക്കിനൊത്ത് അവരിലോട്ട് വന്നതുകൊണ്ട് ചിലപ്പോൾ എത്തിക്കൂടായികയില്ല. പക്ഷേ അവിടെ 2-3 പടികൾ നമുക്ക് കാണാൻ പറ്റിയാലോ? ആ പടികൾ നമ്മൾ കാണാൻ പറ്റി അതിൽ ചവിട്ടി നമുക്ക് ഈ പറഞ്ഞ അടുത്തേക്ക് ഈസി ആയിട്ട് എത്താം. ആ പടികളാണ് ഈ പറഞ്ഞ സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക്, എന്താ പറയുക, തവക്കുൽ, പ്രാർത്ഥന, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ, ഈ സ്റ്റെപ്പുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അത് നമ്മൾ ആ പടികൾ നമ്മൾ തെളിഞ്ഞ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്മൂത്തായിട്ട് കയറിപ്പോവും. ചാടി കയറി വീണ്ടും ചാടി കയറി വീണേക്കാളും എത്രയോ വേഗമാണ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെപ്പിലൂടെ സ്മൂത്തായിട്ട് കയറി പോവാം. അപ്പം നിങ്ങൾ ആ പടികൾ തെളിഞ്ഞ് കാണാൻ ശ്രമിക്കാം. ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ സമയത്ത് കൃത്യമായി ചെയ്യുക, പ്രാർത്ഥിക്കുക, തവക്കുൽ ചെയ്യുക, ആൻഡ് ഇങ്ങനെയൊക്കെ കയറി പോകുമ്പോൾ നിങ്ങൾ അവിടെ എത്തും. മനസ്സിലായോ? അല്ലാതെ രാവിലെ ഉണർന്ന ഉടനെ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ജസ്റ്റ് മനസ്സ് കണ്ടാൽ മാത്രം പോരാ. ഈ സ്റ്റെപ്പുകൾ കൂടി നിങ്ങൾ സ്മൂത്തായിട്ട് കയറുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാര്യം മനസ്സിലായോ? പിടികിട്ടിയോ? ആ ഒരു പോയിന്റ് കത്തിയോ? അപ്പം ഇനി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ട് വെറുതെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഇമാജിൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇതിനിടയ്ക്കുള്ള സ്റ്റെപ്പുകൾ കൂടി നിങ്ങൾ കാണണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടി. നമുക്ക് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഇതിലോട്ട് കോൾ വരുമ്പോൾ ഈ പച്ച ബട്ടൺ അമർത്തിയാൽ മതി, കോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ചുവപ്പ് ബട്ടൺ അമർത്തിയാൽ ഇത് ഓഫാകും. ഓക്കെ, ഈ 2 കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പം മുതൽ നമുക്ക് ഈ സംഭവം ദൂരെയുള്ള ആളുകളായിട്ട് സംസാരിക്കാം, യൂസ്ഫുൾ ആണല്ലേ? ഈ ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു. അപ്പോൾ നമുക്ക് എന്തായി, അതുപോലെയാണ് കോൾ ഇത്. പക്ഷേ നമുക്ക് ഈ ഫോൺ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അല്ലേ? നമുക്ക് ഈ മൊബൈൽ ഫോൺ കൊണ്ട് ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, മെയിൽ അയക്കാം, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, വീഡിയോസ് കാണാം, വീഡിയോസ് എടുക്കാം, റെക്കോർഡുകൾ ചെയ്യാം, അങ്ങനെ ഒരുപാട്, വാട്സപ്പ് ഉപയോഗിക്കാം, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പഠിക്കുന്നത് വരെ എന്താണ്, അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഫോണ്, കോൾ വരുന്നു, കോൾ കട്ട് ചെയ്യുന്നു അല്ലേ? വയസ്സായ അമ്മമാരൊക്കെ ഫോൺ കണ്ടില്ലേ, അവർ നിൽക്കുന്നു, വിളിക്കുന്നു, വെക്കുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് വിശാലമായ ലോകമുണ്ട്, വിശാലമായ ഒരുപാട് പടിക്കെട്ടുകളുണ്ട്. ആൻഡ് അതവർ കാണുന്നില്ല, അത് നമ്മൾ കാണണം. ആ ഒരു സ്റ്റെപ്പുകൾ കണ്ട് ഇതാണ് ആ സ്റ്റെപ്പ് തിരിച്ചറിഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റിയ നമുക്ക് കാര്യങ്ങൾ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് കത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.